ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമൊന്നുമില്ല കേട്ടോ. അതാ 2-3 ദിവസം വീഡിയോ ഇടാഞ്ഞേ. കുറേ പേര് വാട്സാപ്പിൽ കൂടെ ആണെങ്കിലും പഴയ വീഡിയോകളുടെ താഴെ വന്നിട്ടാണെങ്കിലും ചോദിച്ചെന്തോ പറ്റി, വീഡിയോ കാണുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് മൊബൈൽ പോലും എടുക്കാൻ വയ്യായിരുന്നു. ചുമയെന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പ് ചുമയായിരുന്നു ആദ്യം 2 ദിവസമൊക്കെ. ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ എടുത്തു. മെഡിസിൻ്റെ സഡേഷൻ കാരണം അതിൻ്റെ അപ്പുറം എനിക്ക് ചിലർക്കൊന്നും ഞാൻ റിപ്ലൈ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞ മൊബൈൽ അങ്ങനെ എടുക്കാറില്ല. ഒത്തിരി കഴിഞ്ഞ് നോക്കിയോടെ കണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് വയ്യായിരുന്നേ ടൈപ്പ് ചെയ്ത് കൊടുത്തുള്ളൂ. കാരണം എനിക്ക് ഇന്നലെയൊന്നും സൗണ്ടൊന്നും ഇല്ലായിരുന്നു അത്രയ്ക്ക്. കാരണം വീഡിയോ ആണെങ്കിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കണമല്ലേ. വീഡിയോ എടുത്തത് 1-2 ഉണ്ടായിരുന്നു. വോയിസ് ഓവർ കൊടുക്കേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുമയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വയ്യ വീഡിയോ ഇടാതിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊക്കെ അതിൽ വോയിസ് ഓവർ കൊടുക്കേണ്ടാത്ത പാർട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെളിയിൽ പോയത്, ഡിമാർട്ടിൽ പോയതൊക്കെ, അതങ്ങ് ഇടാമെന്ന് വെച്ച് എത്രത്തോളം പോകുന്ന അത്രയും വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇടും, അല്ലെങ്കിൽ നാളെ വീഡിയോ ഇടുന്നില്ല എന്നുള്ള ഇതിൽ ഞാൻ ഇരിക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചുമയാണ്. ഇങ്ങനെ ചൂടുവെള്ളം ഫ്ലാസ്കിൽ വെച്ചും സ്റ്റെപ്പ് സ്റ്റിൽസൊക്കെ അലിച്ചും എനിക്ക് പലരും എന്നോട് പറഞ്ഞ് വാട്ടിയ മുട്ടയ്ക്കകത്ത്, നാടൻ മുട്ടയ്ക്കകത്ത് ജീന പറഞ്ഞായിരുന്നു ജീരകപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ട് വെറും വയറ്റിൽ കുടിക്കുക. തോമസ് പറഞ്ഞായിരുന്നു ഹണിയും തുളസിയും കൂടെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ്. പിന്നെ ഞാനും കുറച്ച് കഷായമൊക്കെ ഇട്ട് കുടിച്ച്. ചുമയെന്ന് പറഞ്ഞാൽ ഡ്രൈ കഫ്. ഒരു കഫ് ഇങ്ങോട്ട് വന്നാൽ രാത്രി ആ ദിവസങ്ങളിൽ അങ്ങോട്ട് തല ചായച്ചാൽ ഒട്ടന്നെ അങ്ങ് ചുമച്ച് എനിക്ക് നെഞ്ചുവേദനയും ബോഡി പെയിനും ഫുള്ളങ്ങായി. വീടാണെങ്കിൽ 2 ദിവസം കൊണ്ട് ആലോ കോലമായിട്ട് കിടക്കുക. കാരണം അടുക്കളയിൽ വെക്കാനും ഒരു അടുക്കളയിലോട്ട് പോയി നമ്മൾ എന്തെങ്കിലും മസാലയുടെയൊക്കെ സ്മെല്ല് വരുവാണെങ്കിൽ വീണ്ടും ചുമ. മോന് കോളേജ് തുടങ്ങി, പ്രൈസിന് ഇനി വെള്ളിയാഴ്ച. അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അയ്യോ, ഇന്നൊരു ഇച്ചിരി തല പൊങ്ങിയെന്നുള്ള. അപ്പം ചെന്നിച്ച് അടുപ്പിച്ച് 3-4 ദിവസം ആയില്ലേ വീഡിയോ ഇട്ടിട്ട്. ഒരെണ്ണം ഇടാമെന്ന് വെച്ച്. നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം അന്ന് രാവിലെ ഞങ്ങൾക്ക് ബാങ്കിൽ പോകണം. ബാങ്കിൽ നിന്ന് കോൾ വന്നായിരുന്നു ഈ എൻ്റെ KYCയുടെ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞായിരുന്നു, വേണേ വീട്ടിലോട്ട് വരാൻ നിങ്ങൾ സമയം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റീജാനത്ത് പറഞ്ഞ് വീട്ടിൽ വരണ്ട, എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് വേണമായിരുന്നു. ആ ബാങ്കിൻ്റെ അടുത്ത് ആ ഡിമാർട്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം നേരം വെളുത്തോണ്ടേ, അത് തലേന്ന് രാത്രിയിലാണ് പറഞ്ഞത്. എനിക്ക് ചുമ കാരണം പിറ്റേന്ന് രാവിലെ എനിക്ക് എണ്ണിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു റീച്ച ആ പയ്യനെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറയണ്ടായിരുന്നോ. അപ്പോൾ പയ്യൻ പറയോ ഇന്നൊക്കെ സമയമില്ല, പിന്നെ തിങ്കളാഴ്ച ആവട്ടെന്ന്. അപ്പം ഞാൻ പറയുന്നത് നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എല്ലാം പെട്ടെന്ന് ചെയ്യണമായിരുന്നു. ഇഡലിയും ദോശയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണ്ട. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ആയതുകൊണ്ട് അതിനുള്ള കറിയൊക്കെ ഞാനൊന്ന് തയ്യാറാക്കി വെച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് വീട്ടിൽ നിന്നൊന്ന് പോകുകയാണെങ്കിൽ എല്ലാം ഒന്ന് ഒതുക്കിയിട്ടല്ല പോകാനൊക്കത്തുള്ളൂ. എനിക്ക് പിന്നെ വന്നിട്ട് പിന്നെ ചെയ്യാൻ വയ്യ. പിന്നെയും വന്നിട്ട് വീണ്ടും എനിക്ക് ചെയ്യേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അങ്ങ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. ചില ഈ കപ്പ് സിറപ്പുകളും കുടിച്ചാൽ നമുക്കങ്ങ് പിന്നെ ഷിവറിങ് പോലെ വരും. ദേഹമൊക്കെ അങ്ങ് തളർന്നു പോകുന്നത് പോലുള്ളൊരു ശക്തിയേ ഇല്ലാത്തതുപോലെ. ഞാൻ അതിനേന് ഇപ്പോൾ വന്നതിൽ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഇങ്ങനെ തൊണ്ടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാശ്വാസമാണ്. അങ്ങനെ ഞാൻ ഇച്ചിരി ചായയൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ചായ ഉണ്ടാക്കി. അപ്പോൾ ഈ ഗ്യാസിൻ്റെയൊക്കെ ഈ നമ്മുടെ ഈ ഉണ്ടാക്കുമ്പോൾ ഈ ദോശ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിക്കുമ്പോൾ നമുക്ക് വീണ്ടും അങ്ങ് ചുമയ്ക്കാനായിട്ട് തോന്നും. പിന്നെ എന്തോ ചെയ്യും, നമ്മുടെ സിറ്റുവേഷൻ ആയിപ്പോയില്ലേ. പിന്നെ ഞാൻ ചിന്തിക്കും നമുക്ക് അസുഖം വന്നേലും ഇരിക്കുവാന്നല്ലോ എന്നുള്ള ഇതാണ്. ഞാനെപ്പോഴും പറയുന്നത്, ഈ റീച്ചാനൊക്കെ വല്ലതും വന്നാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. അവർ ജോലിക്ക് കൂടെ പോകണ്ടേ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ട് നിന്നുണ്ടേ.
ഞങ്ങളുടെ ആ പോയത് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്ന ഒരു കോൺട്രാക്ടറാണ്. പുള്ളിയാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഈ പ്ലാസ്റ്ററിങ് ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇരുന്നപ്പം അതിലേ പോവായിരുന്നു. അപ്പോൾ അതാ പുള്ളിയെ നോക്കി ചിരിച്ചുകൊണ്ട് പോയത്. എനിക്കിതാ ഒരു നാണക്കേട്. നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടേ ആൾക്കാർ നോക്കിക്കൊണ്ട് നിന്നാൽ എന്തോ ചെയ്യുമെന്നുള്ള ഒരിതാണ്. അങ്ങനെ എനിക്ക് പ്രൈസമോനും പോൾമോനും വീട്ടിലിടാൻ ടീഷർട്ടൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഡിമാർട്ടിൽ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റും. അവിടെ 199 200 രൂപയുടെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഈ ആൾക്കാരൊക്കെ നോക്കിയിട്ടേ അവർ ഇതിൻ്റെ മിക്സിങ് കൊണ്ടിടും. മിക്സിങ്ങായിട്ട് കിടക്കുന്ന ഇതല്ലേ, ചിലപ്പം ചിലർ അതിനേക്കാൾ കൂടിയത് അതിൻ്റെ അകത്ത് കൊണ്ടിടും. നമ്മൾ പിന്നെ റേറ്റ് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇത്ര രൂപയുടെയാണ്. പിന്നെ നമ്മളെല്ലാം നോക്കിയെടുക്കണം. ഞാനിപ്പോൾ 2 പേർക്കും 200 രൂപയുടെ ടീഷർട്ടാണ് എടുത്തത്. അപ്പോൾ ഇവർക്ക് രണ്ടിനും രാവിലെ ആയതുകൊണ്ട് ഡിമാർട്ടിൽ ആളില്ലായിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പം നല്ല റഷായിരിക്കും. ഈ ടവലുകളാണേലും ചിലപ്പം അതിൻ്റെ ടവലിൽ കിടക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല, ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ കാണും. ഡിമാർട്ടിൽ പോയ ഉള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കായി പൈസയാവും നമുക്ക്. നമ്മൾ കാണുന്നതെല്ലാം ഇങ്ങെടുക്കും, അന്നേരം നോക്കത്തില്ല എത്ര രൂപയാവുമെന്ന്. ബില്ലടിക്കാൻ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ഇത്ര രൂപയായെന്ന്. നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വേണമായിരുന്നു. അതൊക്കെ അവിടെ നിന്നെല്ലാം സെലക്ട് ചെയ്തു. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ വരണമെന്നുള്ള ഒരു ചിന്തയായിരുന്നല്ലോ നമുക്ക്. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് കുറച്ചുകൂടെ ഓരോന്നൊക്കെ നോക്കണമെന്നുണ്ട്. റീച്ചാൻ അത് കഴിഞ്ഞിട്ട് ഓഫീസിലും പോകണമായിരുന്നു. ബാങ്കിൽ നമുക്ക് അധികം സമയം ആയില്ലായിരുന്നു. ആ പയ്യൻ നമുക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് ആ പയ്യനെ തന്നെ കണ്ടതുകൊണ്ട് നമുക്ക് ആ പയ്യൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എളുപ്പം വരാൻ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവനെല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്തു തന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും 1:30 കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും അനു വരാറൊക്കെയായി. ഞാൻ തുണികളും വാഷിങ്ങിന് ഇട്ടിട്ടാണ് പോയത്. പിന്നെ വന്ന ഉടനെ തുണികളങ്ങ് വിരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഓരോരുത്തർ വിശക്കുന്നെന്ന് പറഞ്ഞ്. വിശക്കുന്നോ? തരാം. അപ്പം ഞാൻ വന്നേ ഉള്ളൂ, തുണി ഇട്ടിട്ടാണ് പോയത്. ഈ തുണി ഒന്ന് വിരിച്ചിട്ടെ. അപ്പോഴത്തേനും അവർക്ക് വിശക്കുന്നു, അവർക്കും കൊടുക്കണം. അപ്പോൾ അനു വരാറായി മക്കളെ, ആൻറ്റി വരാറായി. അതുകൊണ്ടാണ് മമ്മി ഒന്ന് നിന്നത്. അമ്മേ എനിക്ക് വിശക്കുന്നു. ഞാൻ അന്നേരം കൊടുക്കാഞ്ഞത് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെ അവൾ തൂക്കാൻ വരുന്ന ഉടനെ പിന്നെ അവർ ഡാഡിക്ക് എണ്ണിക്കാക്കത്തില്ല. പിള്ളേർക്ക് ഞാൻ കട്ടിലേ വെച്ചാന്നേലും കൊടുക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്നാൽ അവൾ വന്നിട്ട് പോയിട്ട് കൊടുക്കാമെന്നും പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഡാഡിക്ക് അങ്ങ് കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ് നീ അകത്തെ ആദ്യം ചെയ്യ്, അത് കഴിഞ്ഞ് ഇവിടെ ചെയ്താൽ മതി, അപ്പോഴത്തേക്കിനും അങ്കിൾ എണ്ണിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിഴങ്ങും ഒക്കെ ഇട്ട് ഒരു മുട്ടക്കറി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവന്മാർക്ക് പിന്നെ മതിയെന്ന് പറഞ്ഞു, ആൻറ്റി പോയിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ആ സമയം കൊണ്ട് കാണിക്കാം. പോളിന് ടീഷർട്ട് നോക്കട്ടെ, 2 എണ്ണം എടുത്തു. പറ്റിയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം, ഇഷ്ടമായില്ലെങ്കിൽ. പിന്നെ പ്രൈസിനും എടുത്ത് 2 എണ്ണം. വീട്ടിൽ ഇടാൻ 2 നിക്കർ. അമ്മമാരുടെ ഹോർലിക്സ്, ഹാൻഡ് വാഷ്, സോപ്പ്, ഡൗ, പിന്നൊരു റൂമിൽ വയ്ക്കാൻ ഫിനോയിൽ, റൂം ഫ്രഷ്, ടൈഡ്. അനുചിരിക്കുക ഞാൻ എന്തോ ചെയ്യുവാണ്. പപ്പടം, ചോക്കോസ്, പിന്നെ പോളിന് ടവല് കീറിപ്പോയി കുളിക്കുന്ന, അത് വാങ്ങിച്ചു. ഇതുപോലുള്ള 4 ടവല് പോള് കൊണ്ട് ജിമ്മിൽ കളഞ്ഞു. ഓരോ ദിവസം കൊടുക്കും. അവൻ ഓരോന്ന് കളഞ്ഞു. ഇപ്പോൾ 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനെത്ര 79 ഒരെണ്ണം. ഇത് 100 തോന്നുന്നു, 99 തോന്നുന്നു. പോൾ പോളെ
ചെവി എടുക്കണ പറഞ്ഞ അതോടെ ഒക്കെ പപ്പ വന്ന് ചെയ്തോളൂ. സോപ്പ് ഞാൻ വാങ്ങിച്ചേക്കുന്നു. നാടെ നേരെ ടീഷർട്ട് ഇട്ട് നോക്കിയിട്ട് എന്തോന്ന് വെച്ചാൽ. പക്ഷെ ഇത് ഫ്രണ്ടിലൊന്നുമില്ല, അല്ലാതെ ഒന്നുമില്ല. ഫ്രണ്ടില് ഡിസൈനുള്ള ഒന്നും ഇല്ലായിരുന്നു. നോക്ക നീ ഒന്നിട്ട് ഇല്ല, ഇട്ട് നോക്കടാന്ന്. ഇല്ലെങ്കിൽ തപ്പ തിരിച്ചു കൊടുക്കും. അവന് ഡിസൈനുള്ള ഒന്നും ഇല്ലായിരുന്നു. പിന്നല്ലാതെ എവിടാ പോയി എടുക്കുന്നേ? दूसरा दुकान ना ब्रांड को ये देखने के पहले क्या है അത് പിന്നെ ചെയ്യാ. നീ ഇതിപ്പോ ഇട്ട് നോക്ക്, ഇല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനാ. मेरे को पता है कैसे करते हैं. करूँ? मेरे को पता है. ഇനി നിങ്ങൾ വല്ലതും കഴിക്കും. കത്ത അമ്മക്ക് തരണം. അമ്മയ്ക്ക് തരണോ? അല്ല, അമ്മ തരണം. വെളിയിൽ നിന്ന് അമ്മയ്ക്ക് നീയല്ലോ ഒന്ന് എടുത്തു തരണ്ടായിരുന്നോ? ഓള് ചെവിക്കകത്ത്, രണ്ട് ചെവിക്കകത്തും ബ്ലൂടൂത്ത് വെച്ചിട്ട് ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. ഞാൻ വിളിയോടെ വിളി. അവിടെ കണ്ട് ഡാഡി അവര് വഴക്ക് പറഞ്ഞു, എടാ അതുകൊണ്ട് അമ്മ വിളിക്കുന്നടാന്ന്. ഇതൊക്കെ കേൾക്കുമോ? എനിക്കെൻ്റെ ദേഷ്യം കൂടാ വന്നത്. ഞാൻ എപ്പോഴും പറയാടാ ഒരു ചെവിക്കകത്ത് വെക്കടാന്ന്. ഇത് ഈ വാഷ് ബേസിനൊക്കെ ബ്ലോക്ക് ആവുമ്പം ഇത് ഈ ഒരു പാക്കറ്റ് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പം ആ ബ്ലോക്കൊക്കെ അങ്ങ് മാറും. ടിഷ്യൂ പേപ്പർ ഇതൊക്കെ പെട്ടെന്ന് റേച്ചാൻ പോകണമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നു. ബരാബറാന്നല്ലേ, കറക്റ്റാ. പപ്പ പറഞ്ഞ് വലുതായിരിക്കും, ഞാൻ പറഞ്ഞില്ലെന്ന്. ഇല്ല, അത് സാധനം അത്രയും വേണം. മറ്റേതോട് ഇട്ട് നോക്ക്. ഹാൻസം ബോയ് നാണന്നൊക്കെ ഉണ്ട്. ചിരിക്കടാ. മറ്റേതും ഇതും കളർ ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലേ? അവർക്കൊക്കെ ചപ്പാത്തി കൊടുത്തു. അപ്പം ഈ മാവ് ഞാനേ മറന്നുപോയി അകത്തെടുത്ത് വെക്കാൻ. കുറച്ചേ ഉള്ളു രാവിലെ ഇട്ടിട്ടേ, ഇല്ല ധൃതിക്കങ്ങ് പോയി. അപ്പം ഇനി അത് വെച്ചേക്കാൻ കൊള്ളത്തില്ല. ഇച്ചിരി ഉള്ളു, ഒരു 3-4 എണ്ണത്തിനുള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ച് ഞാൻ അതങ്ങ് ഉണ്ടാക്കി കഴിക്കാണ്. ചോറ് വെച്ചിട്ടാ പോയത്. ചോറ് വെച്ച് വാർത്തിട്ടൊക്കെയാ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.